ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മദർ വുണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മദർ വുണ്ട് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാമെന്നും ആ ബ്ലോക്കേജസിനെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാമെന്നും മനസ്സിലാക്കാം. അപ്പോൾ മദർ വുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പേരിലുള്ളത് പോലെ തന്നെ നമ്മളുടെ അമ്മയിൽ നിന്നും കിട്ടിയിട്ടുള്ള ബ്ലോക്കേജസ് അല്ലെങ്കിൽ വൂണ്ട്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ അമ്മയുടെ വോമ്പിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ ആ ഒരു 9 മന്ത്സ് നമ്മൾ ആ വോമ്പിലുള്ളപ്പം മുതൽ നമുക്കിങ്ങോട്ട് വൂണ്ട്സ് കിട്ടാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ DNA ത്രൂ ജനറേഷണൽ കേഴ്സസ് ആണെങ്കിലും ആ ജനറേഷണൽ ട്രോമാസ് ആണെങ്കിലും ഈ വോംബ് ത്രൂ ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ജനറേഷണൽ ട്രോമാസിൽ എന്തൊക്കെ വരും? എഗെയിൻ ആ മദർ വൂണ്ട് എന്നുള്ള കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കാണാം. നമ്മളിപ്പോൾ ഒരു ഫാമിലി ട്രീ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു പെർട്ടിക്കുലർ തോട്ട് പാറ്റേൺ കാണും. പ്രത്യേകിച്ചും ഒരു ഫെമിനൈൻ സൈഡ് ഇങ്ങനെ ആയിരിക്കണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് മാരേജസ് കാണും. അതായത് മേ ബി ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് 1, 2, 3 ജനറേഷൻസിൻ്റെ കാര്യമല്ല പറയുന്നത്, അതിന് മുമ്പ് തൊട്ടുള്ള നമ്മളുടെ അമ്മമാർ, ഗ്രേറ്റ് ഗ്രാൻഡ് മദേഴ്സ് എന്നൊക്കെ പറയില്ല, ആ മുതുമുത്തശ്ശിമാരിൽ ഉള്ള ട്രോമാസ്, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു മാരേജിൽ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാതെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടുണ്ടായ കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്, അബോർഷൻസ്, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയും നമുക്ക് ഈ വോംബ് ത്രൂ ആണ് നമ്മളുടെ DNA ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? പെട്ടെന്ന് നമുക്കറിയില്ല എന്തൊക്കെ കാര്യങ്ങൾ കിടപ്പുണ്ട് നമ്മളുടെ ജനറേഷണൽ ട്രോമാസ്. ഇത് ജനറേഷണൽ ട്രോമാസിലാണ് ശരിക്കും വരുന്നത്. എന്നാൽ അത് മദറിൻ്റെ വോംബ് ത്രൂ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മദർ വൂണ്ടിൽ ഞാനെടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ ഈ ജനറേഷണൽ ട്രോമാസിനെയൊക്കെ നമ്മൾ ഹീലിംഗ് ചെയ്യുന്നതാണ് DNA ഹീലിങ്ങിലേക്ക് നമ്മൾ വരുന്നത്. നോക്കൂ, ഒരു ഹീലിംഗ് ചെയ്യുമ്പോൾ ഇപ്പം മദർ വൂണ്ട് എന്ന് പറയുമ്പോൾ അത് ഇൻ്റർ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളിൽ കിടപ്പുണ്ടായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ DNA ഹീലിങ്ങിൽ വരും, പിന്നെ സേക്രൽ ഹീലിങ്ങിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ ഹീൽ ചെയ്തെടുക്കും. ഇങ്ങനെ നമ്മുടെ ഫോർ ഫാദേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫാമിലി എൻസിസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള വൂണ്ട്സ് ഒക്കെയും. കാരണം അത് ഡയറക്റ്റ്ലി നമുക്ക് അറിയില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ DNA ലെവലിൽ കിടപ്പുണ്ടെന്ന്. എന്നാൽ ഇൻഡയറക്റ്റ്ലി അത് നമ്മളുടെ 3D ലൈഫിനെയും 5D ലൈഫിനെയും നമുക്ക് ഇമ്പാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ DNA ഹീലിംഗ് ത്രൂ വോംബ് ഹീലിംഗ് അഗെയിൻ അത് ഡിഫറെൻറ്റ് കാറ്റഗറിയായി. അവിടെ നമ്മളുടെ എന്താ പറയുന്നത്, നമ്മളുടെ ആ ഒരു വോംബിലൂടെ കിട്ടിയിരിക്കുന്ന ഒരു ഫെമിനൈൻ എനർജിക്കൊക്കെ ആണെങ്കിലും പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു വോംബ് ഹീലിങ്ങിലൂടെ നമ്മൾ ഹീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ അബോർഷൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ അബ്യൂസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ വോംബ് ഹീലിങ്ങിലൂടെ നമ്മൾ ഹീൽ ചെയ്യാറുണ്ട്. അപ്പോൾ DNA ഹീലിംഗ് വന്നു, വോംബ് ഹീലിംഗ് വന്നു, ഇൻ്റർ റിലേറ്റഡ് ആയിട്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സേക്രൽ ചക്ര ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇമോഷൻസിൻ്റെ ഉറവിടമാണ് ഈ വോംബെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊക്കെ ആങ്സൈറ്റി ഇഷ്യൂസ് വരുമ്പോൾ ആദ്യം നമ്മളുടെ വയറ്റിൽ എന്തോ ഒരു കൊളുത്തിപ്പിടിച്ച് വലിക്കുന്ന പോലൊക്കെ ആയിരിക്കും ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് തോന്നുന്ന, ഒരു വിറയലൊക്കെ വരുന്നതിന് മുമ്പ്. ആങ്സൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ആങ്സൈറ്റിയിൽ പല സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജസിലൊക്കെയും അല്ലെങ്കിൽ ഫിയർ ബേസ്ഡ് എനർജിയിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോൾ നമ്മൾ പിന്നെയും ഇവിടെ സേക്രൽ ചക്ര ഹീൽ ചെയ്യുമ്പോൾ ഈ ഒരു ഫിയർ ബേസ്ഡ് എനർജീനെ, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ബേസ്ഡ് എനർജീനെ നമ്മൾ ഹീൽ ചെയ്യുക. ഇത് മൂന്നും ഇൻ്റർ റിലേറ്റഡ് ആയതുകൊണ്ടാണ് എഗെയിൻ ഇവിടെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ സ്ട്രെയിറ്റ് അവേ മദർ, ഈ ഒരു ജന്മത്തിലെ അമ്മയിൽ നിന്നും കിട്ടിയ മുറിവുകളെ നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം എന്ന് നോക്കാം. അമ്മ എന്ന് പറയുന്നത് നമ്മളൊരു എർത്തി ബോഡിയിലേക്ക് വരുമ്പോൾ അൺകണ്ടീഷണൽ ലവിൻ്റെ പ്രതീകമാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ 9 മന്ത്സ് നമ്മൾ അമ്മയുടെ വോമ്പിലായിരിക്കും. ആക്ച്വലി ആ ഒരു ക്രിയേഷനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് അമ്മയാണ്. അപ്പോൾ
അമ്മയുടെ ടച്ച് ഫീൽ ആവാനുള്ള ഒരു ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് ഒരു നവജാത ശിശുവിനുണ്ട്. ആൻഡ് ആ ഒരു മിൽക്കൊക്കെ കൊടുക്കുമ്പം, മുലപ്പാലൊക്കെ കൊടുക്കുമ്പം വരുന്ന ആ ഒരു അൺകണ്ടീഷണൽ ലവ്, ആ ഒരു അറ്റാച്ച്മെൻറ്റിലൂടെ ആ കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് ആ കാരണം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിനൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കരയുമ്പം തന്നെ ഈ അമ്മ മനസ്സിലാക്കും എന്നുള്ളതാണ്. അത്രയ്ക്ക് കണക്റ്റഡ് ആണ് ഒരു അമ്മയ്ക്കും കുഞ്ഞിനുമുള്ള ഒരു അനുബന്ധം എന്ന് പറയുന്നത്. അതായത് അൺകണ്ടീഷണൽ ലവ് ആണ് അവിടെ വരുന്നത്. എഗെയിൻ ഈ ഒരു അൺകണ്ടീഷണൽ ലവിൽ കോട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് ശരിയായ രീതിയിൽ ആ കുഞ്ഞിന് 0 മുതൽ 7 വയസ്സ് വരെ ഉള്ള പ്രായം ഇൻ പെർട്ടിക്കുലർ ആയിട്ട് കിട്ടാത്തപ്പോഴാണ് മദേഴ്സ് വൂണ്ട് ഏറ്റവും കൂടുതൽ നമ്മളുടെ ഉള്ളിൽ ഇൻസ്റ്റിൽ ആവുന്നത്. അതായത് 7 വയസ്സ് കഴിഞ്ഞ് ഈ വൂണ്ട് കിട്ടില്ല എന്നല്ല, ഈ 7 വയസ്സിന് മുമ്പ് കിട്ടുന്ന വൂണ്ട്സ് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡയറക്റ്റ്ലി അത് ഇമ്പാക്റ്റ് ചെയ്യുകയും അതങ്ങനെ അത്ര അഗാധത്തിൽ നമ്മളതിനെ നമ്മളുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ അതിലേക്ക് പിടിച്ചുലയ്ക്കപ്പെടുകയും ചെയ്യുകയും അതിൻ്റെ ഇമ്പാക്റ്റ് വരികയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മദർ വൂൺസ് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ പറയുന്ന പോലെ ഈ ഒരു അൺകണ്ടീഷണൽ ലവിൽ ഉള്ള പ്രശ്നങ്ങൾ, അതായത് ആ ഒരു അമ്മയെന്ന് പറയുന്നതും അവരുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇംപെർഫെക്ഷൻസിലൂടെ വരുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ ആ കുഞ്ഞിന് ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് കൊടുക്കാതെ, അല്ലെങ്കിൽ ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള അമ്മ, അല്ലെങ്കിൽ വർക്കിംഗ് മദർ, ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന മദേഴ്സ് ആണെങ്കിൽ അവിടെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഒത്തിരി അറ്റൻഷൻ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവരായിരിക്കും. പിന്നെ വന്നിട്ട് അമ്മ കുഞ്ഞിലെ മരിച്ചു പോയ കുഞ്ഞുങ്ങൾ, പിന്നെ അമ്മയുണ്ടെങ്കിൽ പോലും ഇനിയൊരിടത്ത് വളരേണ്ടി വരുന്ന, അതായത് ബന്ധുവീടുകളിലൊക്കെ വളർന്ന പഴയ ജനറേഷൻസിൽ ഇങ്ങനത്തെ സിനാരിയോസ് കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ ഒക്കെയും ഈ ഒരു ഇമോഷണൽ കെയറിൻ്റെ ഒരു ആബ്സെൻസ് കുഞ്ഞിലെ തൊട്ടേ ഉള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞുങ്ങളിൽ ഗ്രാജ്വലി മദേഴ്സ് വൂണ്ട് ഡെവലപ്പ് ആവും. ഇതല്ലാതെ ആ ഒരു അമ്മ എന്ന ആൾ സഫലീകരിക്കാത്ത സ്വപ്നങ്ങളൊക്കെ ആ കുഞ്ഞിലൂടെ സഫലീകരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഡിസയർ ഉണ്ടായിരുന്നിരിക്കാം, ഞാൻ വലുതാവുമ്പോൾ ഇങ്ങനെ ആവണം. അവർക്ക് ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കുഞ്ഞിനെ അവരുടെ സ്വപ്നങ്ങളിലൂടെ ജീവിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുക. ഇതൊക്കെയും വൂണ്ടിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഈ വൂണ്ട് എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോഡിയിൽ നമുക്ക് ഒരിക്കലും സെൽഫ് ലവിൽ വരാൻ പറ്റില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ആ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബോഡീനെ ആസ് ഇറ്റ് ഈസ് ആയിട്ടാണ്. അത് എങ്ങനെയാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം കാണും. ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. ഇനി എത്ര ഹീലിംഗ് ചെയ്താലും നമുക്ക് ആ ഒരു സെൽഫ് എസ്റ്റീമിനെ ആ ഒരു ലോവിൽ നിൽക്കുന്ന ആ ഒരു സംഭവത്തെ എവിടെയോ ഒരു സംശയം വരും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ. നമ്മളുടെ ഒരു ട്രൂ സെൽഫിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും. നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് വരുമ്പം പെട്ടെന്ന് നമ്മൾ കണക്റ്റ് ആവും, പിന്നെയും ഡിസ്കണക്റ്റ് ആയി പോയിട്ട് ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത്, ഇത് തെറ്റാണോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലേക്ക് വരും. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്താലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. കാരണം അവിടെ ലൈഫ് കോംപ്രമൈസ് ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ഇത് നമ്മൾ സബ് കോൺഷ്യസ്ലി എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുക, നമ്മുടെ അമ്മയുടെ ലൈഫ് കണ്ടിട്ട്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തന്ന കുറേ പ്രിൻസിപ്പിൾസ് നമ്മളിലേക്ക് ഇൻസ്റ്റിൽ ചെയ്തത് കൊണ്ട്. സോ ഇവിടെ ആരിങ്ങനെ ട്രീറ്റ് ചെയ്താലും നമ്മൾ ബോർഡർ ലൈൻ ഒന്നും വെക്കില്ല, ഓവർ ഗിവിങ് ആയിരിക്കും അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട്. അതായത് ആ ഒരു കാര്യം ഇത് ആക്ച്വലി ഇവർ എന്നെ ഒരു മിസ്ട്രീറ്റ് ആണ് ചെയ്യുന്നത്, ഇവരെനിക്ക് ഒരു വാല്യൂ തരുന്നില്ല എന്നറിയാമെങ്കിലും അതിനെ അതേപടി അക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും. ഈ പറഞ്ഞ പോലെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. നിങ്ങൾക്കൊരു പക്ഷേ ഏതെങ്കിലും ഒരു സപ്പോർട്ട് വേണമെങ്കിൽ അത് മോറലി ആയിരിക്കാം, ഇമോഷണലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം. ഏത് തരത്തിലുള്ള സപ്പോർട്ടാണെങ്കിലും ചോദിക്കാൻ ഒരു മടിയുള്ളവരായിരിക്കും. മറ്റുള്ള ഫെമിനൈൻ എനർജീസിനെ കാണുമ്പോൾ ഒരു കോമ്പറ്റീഷൻ ഫീൽ ആവാം, അല്ലെങ്കിൽ ഒരു ജലസി ഫീൽ ആവാം. പിന്നെ വന്നിട്ട് നമ്മളുടെ തന്നെ ഫീലിങ്സിനെ സർപ്രസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. ഒന്നുകിൽ ഓവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി കോ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഈ രണ്ട് സിനാരിയോയും പറഞ്ഞുതരാം. കോ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ മേ ബി ഇവർ
വളരെ ഏൺ ചെയ്യുന്നവർ, അതായത് ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളവരൊക്കെ ആയിരിക്കാം ഈ ഒരു ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മസ്കുലൈൻ എനർജി എന്ന് പറയുന്നത്. പക്ഷേ അവർക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ലൈഫിൽ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ തേടുന്നവരായിരിക്കും. അതല്ല എങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ഈ പറഞ്ഞ പോലെ ആരുടെയെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കുകയാണെങ്കിൽ അവരെന്നെ മിസ്ട്രീറ്റ് ചെയ്യുമോ മിസ്യൂസ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ട് നമ്മളുടെ ഉള്ളിലെ ആ ഒരു റിസീവിങ് മോഡുണ്ട്. ഒരു ഫെമിനൈൻ എനർജി ആണെങ്കിൽ ഒരിക്കലും ടോട്ടലി ഒരു എത്ര ശക്തിയുടെ രൂപമാണെങ്കിലും ഒരു റിസീവബിൾ ആണ്. അതായത് പ്രകൃതി എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളെയും റിസീവും ചെയ്യും, അതേപോലെ ആ വൈബ്രേഷൻ സെൻഡും ചെയ്യും. ഈക്വൽ ആണ് അവിടെ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു ഗിവർ മാത്രമായിട്ട് മാറും. അതായത് മറ്റുള്ളവർക്കെല്ലാം കൊടുക്കും, ഇമോഷണലി ഒത്തിരി കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമായിരിക്കും, മെൻ്റലി സപ്പോർട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യങ്ങളെ റിസീവിങ് മോഡിലേക്ക് ഒരിക്കലും ഒരു ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ മസ്കുലൈൻ എനർജി മദർ വൂണ്ട് ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ ഇരിക്കാനോ പറ്റാറില്ല. അതായത് ഞാനൊരു ഏജ് തൊട്ട് ഞാൻ ജോലി ചെയ്യുകയാണ് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കും, എനിക്ക് ആരും ഒന്നും തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡിസയർ കാണാൻ ആരെങ്കിലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ, അതൊരു എന്താ പറയുന്ന ഒരു നീഡിനെസ് അല്ല, പക്ഷേ അത് ഫെമിനൈൻ എനർജിയുടെ ഒരു ക്വാളിറ്റിയാണ് ടു റിസീവ് ദ തിങ്സ് ഫ്രം ദ യൂണിവേഴ്സ് ആയിരിക്കാം, ഫ്രം ദ അതർ പേഴ്സൺസ് ആയിരിക്കാം, വിത്ത് അൺകണ്ടീഷണൽ ലവ്. ഇവിടെ നമ്മൾക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇത് പിന്നെയും കണ്ടീഷൻഡ് ആവുമോ എന്നുള്ള പേടിയിൽ നമ്മൾ ആ ഒരു റിസീവിങ് മോഡിനെ ടോട്ടലി സർപ്രസ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിൽ നിന്ന് പോലും നമ്മൾക്കുള്ള സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നമുക്ക്, അല്ലെങ്കിൽ നോർമലി 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ഗിഫ്റ്റ്സ് നമ്മൾ റിസീവ് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിൽ ഇരിക്കുന്നില്ലായിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഏകദേശം. ഇനിയൊരു കാര്യം, ഇവിടെ ഫെമിനൈൻ എനർജി ആണെങ്കിൽ മദേഴ്സ് ആണെങ്കിൽ, ഓൾറെഡി കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഓവർ അറ്റാച്ച്ഡ് ആയിരിക്കും. ഓവർ അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂറായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുകയും, അതായത് അവിടെ പിന്നെയും പൈലറ്റ് പേരൻറ്റിങ് എന്നാണ് തെറപ്പിയിൽ പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു കയ്യൊപ്പ് വേണം. ആ കുഞ്ഞുങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസി കൊടുക്കാറില്ല. അതായത് 7, 8, 9, 10 വയസ്സുള്ള ഒരു കുഞ്ഞിന് അവരുടേതായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ കുഞ്ഞുങ്ങളായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വന്ന പ്രശ്നങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വരരുതെന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എഗെയിൻ ആ ഒരു കുഞ്ഞിൻ്റെ സോളിൻ്റെ ഗ്രോത്തിനെ അവിടെ സർപ്രസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ട്രോമ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ മദർ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അൺകണ്ടീഷണൽ ലവ് കൊടുക്കുക, അറ്റ് ദ സെയിം ടൈം ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പേസ് കൊടുക്കുക. അതായത് ഇവിടെ എന്തോ ഈ ഒരു ഉദാഹരണമാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. നമ്മൾ ഈ പക്ഷികളെയൊക്കെ കണ്ടിട്ടില്ലേ, അതുങ്ങൾ കുഞ്ഞുങ്ങളെ പറക്കാൻ നന്നായിട്ട് പഠിപ്പിക്കും. പറക്കാൻ പഠിപ്പിക്കുമ്പം ആ കുഞ്ഞുങ്ങളെ പേടിയെ ഫേസ് ചെയ്യാനോടാണ് പഠിപ്പിക്കുന്നത്. അതായത് കൊത്തിയിട്ടാണെങ്കിലും ചവിട്ടിയിട്ടാണെങ്കിലും തള്ളിയിട്ടാണെങ്കിലും അതുങ്ങളെ ജസ്റ്റ് ദേ പുഷ് ചെയ്തിട്ട് ആ ഒരു അൺസർട്ടിനിറ്റിയിലേക്ക് വിടും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അൺസർട്ടിനിറ്റിയിലേക്ക് വിടണമെന്നല്ല അതിൻ്റെ മീനിങ്. എല്ലാ കാര്യത്തിനും നമ്മൾ ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് മുമ്പിൽ നിന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ പാത്തിൽ അവരെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതാണ് ബീങ് എ ഡിവൈൻ ഫെമിനൈൻ, ഒരു മദർ എനർജിയിൽ നിൽക്കുമ്പോൾ അൺകണ്ടീഷണൽ ലെവൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ട്രോമാസിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളത്, ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള അവർ ഭൂമിയിൽ വന്നിരിക്കുന്ന അവരുടേതായിട്ടുള്ള ജനറേഷണൽ ട്രോമാസ് വഹിച്ചുകൊണ്ടാണ്. അവരുടെ അമ്മയിൽ നിന്നും അവർക്കും കുറേ കാര്യങ്ങൾ ട്രോമയായിട്ട് കിട്ടിയിട്ടുണ്ട്, അവരുടെ അച്ഛനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, അവരുടെ സമൂഹത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ദ സെയിം തിങ് അവർ നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്തത് മാത്രമാണെന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഫൊർഗീവ്നെസ് കൊടുക്കാൻ തോന്നും. കാരണം ഏറ്റവും കൂടുതൽ ഫൊർഗീവ്നെസ് കൊടുക്കാൻ പാടുള്ളത് നമുക്ക് നമ്മളുടെ പേരൻസിനായിരിക്കാം, നമ്മുടെ പാർട്ട്നേഴ്സിനായിരിക്കാം, നമ്മുടെ സിബ്ലിങ്സിന്, നമ്മുടെ ട്വിൻ ഫ്ലെയിമിന്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ അമ്മയ്ക്കായിരിക്കും. അമ്മ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നും വിചാരിക്കുമ്പോഴാണ്. അമ്മ എന്ന് പറയുന്നത് ഈ ഒരു ജന്മത്തിൽ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരു സോൾ മാത്രമാണെന്ന് ഡിറ്റാച്ച്മെൻറ്റിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ
അവർക്കുള്ള ട്രാമാസിനെ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അറ്റ് ദ സെയിം ടൈം യു ആർ ബ്ലെസ്ഡ്, നിങ്ങൾ ബ്ലെസ്ഡ് ആണ് ഈ ട്രാമാസിനെ റെക്കഗ്നൈസ് ചെയ്ത് ഹീലാക്കാനായിട്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആ ഒരു ബ്ലെസ്സിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു ട്രാമാസ് ഒക്കെ എടുക്കേണ്ടി വന്നതിൽ അതിലൂടെ പഠിച്ച ലെസൺസിനെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞുകൊണ്ട് ആദ്യം അമ്മയ്ക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. നമ്മൾക്ക് ഫോർഗീവ്നെസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഒരു പക്ഷേ പല കാര്യങ്ങൾ ഓർമ്മ വരുമ്പം ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 5 തൊട്ട് 10 മിനിറ്റ് സംസാരിക്കുക, സ്വയം സംസാരിക്കുക, കണ്ണുകളിലേക്ക് ഡീപ്പായിട്ട് നോക്കിയിട്ട് സംസാരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് പേർജിങ് നടക്കും, കരച്ചിൽ വരും, കടന്നുപോയ വഴികൾ പാസ്റ്റിലൊക്കെ ഓർമ്മ വരും. അതൊക്കെ ഓക്കെ ആണ്, നീ ഇത്ര പവർഫുൾ ആണെന്ന് അറ്റ് ലാസ്റ്റ് നമ്മളോട് തന്നെ പറഞ്ഞ് നമ്മൾക്ക് ആ ഒരു പോസിറ്റിവിറ്റിയെ, ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിനെ നമ്മളിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതും ഒരു ടെക്നിക്കാണ് ഹീൽ ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് അമ്മയുടെ ഹെൽപ്പ് കിട്ടാത്ത, അമ്മയുടെ ലവ് കിട്ടാത്ത ആ ഒരു ലോവർ വെർഷൻസ്, എഗെയിൻ അത് ഇന്നർ ചൈൽഡ് തൊട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്, എങ്കിലും കുഴപ്പമില്ല. അവിടേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെന്ന് അവിടേക്ക് അമ്മ എവിടെയാണ് എന്നെ മനസ്സിലാക്കാതിരുന്നത്, അമ്മ എവിടെയാണ് എനിക്ക് അൺകണ്ടീഷണൽ ലവ് തരാതിരുന്നത്, അമ്മ എവിടെയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇത് കള്ളമാണ് നീ പറയുന്നതെന്ന് പറഞ്ഞത്, ഞാൻ ചെയ്യാത്ത തെറ്റിന് അമ്മ എവിടെയാണ് ശിക്ഷിച്ചത്, വൈകിട്ട് വരെ ജോലിക്ക് പോയിട്ട് വന്ന് ആ ഒരു പ്രഷർ തീർക്കാനായിട്ട് എവിടെയാണ് അമ്മേനെ അടിച്ചത്. ഇതൊക്കെ ജസ്റ്റ് ഓരോ സിനാരിയോസ് ആയിരിക്കാം. അപ്പോഴൊക്കെ ഞാൻ അത്രയും പെയിനിലൂടെ കടന്നു പോയത് എവിടെയൊക്കെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ സ്പേസിലും മിറർ എക്സസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹീലാക്കിക്കൊണ്ട് വരിക. ആൻഡ് എല്ലായ്പ്പോഴും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പെയിൻ സർഫേസിൽ വരുമ്പോഴൊക്കെയും ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് ഇതിന് മിററിൻ്റെ മുമ്പിലിരുന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഈ സംസാരിക്കുമ്പോൾ തന്നെ ആദ്യം നെഗറ്റിവിറ്റിയെ ഫീൽ ആവുക, അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് അവിടെ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റിൽ നിങ്ങൾക്ക് സ്വയം ഹീലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ മാസം 24th തൊട്ട് ഫാദർ ആൻഡ് മദർ വൂണ്ടിൻ്റെ സെഷൻ 3 ഡേയ്സിന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. പെയ്ഡ് സെഷനാണ്. അപ്പോൾ ഇത്രയാണ് മദർ വൂണ്ടിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട്, ക്രിസ്റ്റൽ ഹീലിംഗ്സിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.